വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം. വീട്ടുമുറ്റത്ത് കാട്ടാനക്കൂട്ടം. ആദിവാസിയായ പുഞ്ചയിൽ വെള്ളൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിലാണ് സംഭവം. ഇന്ന് പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടമെത്തിയത്. വീട്ടുമുറ്റത്തുള്ള വാഴകളും കമുകുകളും ആന നശിപ്പിച്ചു. ആദിവാസി വെള്ളന്റെ വീടിന്റെ ഓടിളക്കി താഴെയിടുകയും വാതിലിനു മുന്നിൽ ആന നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. രാത്രി 7 മണിക്കെത്തിയ ആന മടങ്ങിയത് രാത്രി 2 മണിയോടെയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചിട്ടാണ് ആനകൾ പോയത്. ചോക്കാടൻ മലവാരത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങിയ ആനകൾ ആദിവാസികളുടെ വീട്ടുമുറ്റത്ത് ഇറങ്ങുന്നത് നിത്യസംഭവമാണ്. വീടിനു ചുറ്റുമുള്ള വാഴകളും മറ്റും കാട്ടാനകൾ പാടെ നശിപ്പിച്ചിട്ടുണ്ട്. ആന ഇന്നലെ ഇവിടെ വന്നിരുന്നു, ആകെ നാശാക്കി. വാഴ ഇതൊക്കെ ഇന്നലെ കണ്ടിട്ട് പേടിച്ചൊക്കെ ചെയ്തു. ആന ഇവിടെ പെരന്റെ മുറ്റത്തേന്നു കോരയിലേക്കൊക്കെ വന്നു ആട്ടി. പിന്നെ പോയിട്ട് തന്നെയില്ല. പിന്നെ ചക്കക്ക് പോയി, പൂള വാഴൊക്കെ നാശാക്കി, ആകെ നാശാക്കി. ആന കണ്ടിട്ട് പേടിച്ചൊക്കെ ചെയ്തു. പിന്നെ വാഴ ഇതൊക്കെ നാശാക്കി. പെരന്റെ മുറ്റത്ത് കൂടെ ആകെ നടക്കുന്ന ആന അതിലൊക്കെ പോയി 3 വട്ടം ആട്ടിയും ചെയ്തു. പെരന്റെ മുറ്റത്തൊക്കെ വന്നും ചെയ്തു. പിന്നെ പോയിട്ട് തന്നെയില്ല ആന. പിന്നെ ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ച് പിന്നെ അങ്ങനെ പോയതാണ്. പിന്നെ വന്നിട്ടില്ല. പിന്നെയും വന്നു, പിന്നെയും പോയി. ഇങ്ങനെ സംഭവം 7 മണിക്ക്, ഇന്നലെ 7 മണിക്ക് ആനനെ കണ്ടു. 2:30 വരെ ഉണ്ടായിരുന്നു, 2 മണി 2:30 വരെ. പിന്നെ ആന പോയിട്ട് തന്നെയില്ല. പിന്നെ നേരം വെളുക്കാൻ കാലത്ത് ആന പോയത്. ഇവിടെ ആകെ നാശാക്കി, ഇതിന് മുന്നിൽ കൂടെ ഒക്കെ നാശാക്കി. ആന പരക്കം പോയിന്നല്ലേ. ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്തിന് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഫലപ്രദമായ മാർഗങ്ങൾ ഒന്നുമില്ല. നേരത്തെ സ്ഥാപിച്ച ആനമതിലും വൈദ്യുതി വേലികളും ചിലയിടങ്ങളിൽ കാട്ടാനകൾ തകർത്തിട്ടുണ്ട്. വൈദ്യുതി വേലിയും ഉപയോഗശൂന്യമായ നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.